മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖത്തിന് പിന്നാലെ മോഹൻലാൽ പതിവില്ലാതെ വോട്ട് ചെയ്യാനെത്തി. നേമം നിയോജക മണ്ഡലത്തിൽ മോഹൻലാൽ വോട്ട് ചെയ്യാനെത്തിയതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും 4 സെഞ്ചുറിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ഇനി അത് തന്നെയാണ് നേരത്തെ പറഞ്ഞു വന്നത്. കാരണം നമുക്ക് പരിചിതമല്ലാത്തൊരു പിണറായിയെ അഭിമുഖത്തിലൂടെ തുറന്നു കാട്ടിത്തന്നതിന് പിന്നാലെ മോഹൻലാൽ കരുതി വച്ചതുപോലെ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ ആയിരിക്കും ആ വോട്ട് എന്നതിന് നിങ്ങൾക്കൊരു സംശയമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഉണ്ടോ? വേണ്ടതേ. ആ ദൃശ്യം തന്നെ നോക്കിയേ. മോഹൻലാൽ വോട്ട് ചെയ്യാൻ വരുന്നു എന്നറിഞ്ഞിട്ട് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA ആയിട്ടുള്ള വി ശിവൻകുട്ടിയുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥനുമുണ്ട്. എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ആ സന്ദർഭത്തിൽ പോലും വി ശിവൻകുട്ടി കാട്ടിയ ഒരു മര്യാദയുണ്ട്. ചെറുപ്പക്കാരനായിട്ടുള്ള ശബരിനാഥിന്റെ തോളിൽ കൈയിട്ട് ഒരു മത്സരം എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലുള്ള ആശയപരമായ പോരാട്ടമാണ്, വ്യക്തികൾ തമ്മിലല്ല എന്ന് കൃത്യമായി തെളിയിക്കുകയാണ്. അതിനോടൊപ്പം മോഹൻലാൽ വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ താൻ വോട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരോട് കൂടി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിട്ട ആ ദൃശ്യം കൂടി നിങ്ങൾ കാണണം. എന്താണ് നിലവിൽ ജനങ്ങൾക്കിടയിലെ അണ്ടർ കറണ്ട് എന്നതിൻ്റെ അല്ലെങ്കിൽ അടിയൊഴുക്ക് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ കാണുന്ന ദൃശ്യം. മോഹൻലാലിന് പുറമെ പൃഥ്വിരാജും തേവരയിൽ വോട്ട് ചെയ്യാനെത്തി. ആ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ. മോഹൻലാൽ വോട്ട് ചെയ്ത വിരൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഡൺ മൈ പാർട്ട്, യുവർ ടേൺ, കേരളം ഗോ വോട്ട്. ആദ്യമായി കേരളത്തിൽ വോട്ട് ചെയ്യാനും മോഹൻലാൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? അതോടൊപ്പം പൃഥ്വിരാജിനെ പോലുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ആശയത്തിനൊപ്പമാണ് അവരൊക്കെ സഞ്ചരിക്കുന്നതെന്നും നിലപാടുകൾ കൊണ്ട് കൃത്യമായി അറിയാവുന്നവരുമാണ്. ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സമയം കണ്ടെത്തി പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.